ഇപ്രാവശ്യത്തെ ഡാലസ് യാത്രയിൽ കാര്യമായ മഴയൊന്നുമില്ല. വെതർ നല്ലതായിട്ട് ഗുഡ് വെതറാണ്. അതുകൊണ്ട് ഞങ്ങൾ വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങി ചെറുതായിട്ടൊന്ന് യാത്ര ചെയ്ത് എല്ലായിടത്തും ഒന്ന് പോയി കാഴ്ചകളൊക്കെ കാണണമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനുവേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഒന്നും കാണാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ 1-2 സ്ഥലത്ത് പോകണമായിരുന്നു. അത് പോയി തിരിച്ചു വരുന്ന വഴി നടത്തിയൊരു ഷൂട്ടാണ്. അങ്ങനത്തെ ആ ഒരു സമയത്ത് അന്ന് അതേ സാധിച്ചുള്ളൂ. 2 ദിവസം മാത്രമേ ഞങ്ങൾ ഡാലസിലുണ്ടായിരുന്നുള്ളൂ. ഡാലസിൽ ഞങ്ങളുടെ അങ്കിളും ഫാമിലിയും ഡാലസിലുണ്ട്. അപ്പം അവരുടെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്കിളുടെ കൂടെ ഞങ്ങൾ പർച്ചേസിന് പോയതൊക്കെ അലൻ സിറ്റി പോയതിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പം അതിനുശേഷം ഞങ്ങൾ ഈ പ്രാവശ്യം വന്നപ്പം ഈ പറഞ്ഞ പോലെ വേറെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകണമെന്നൊക്കെ വിചാരിച്ചു. ചില സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ സിറ്റിയിൽ ഡൗൺ ടൗണിൽ പോയി ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന റൂട്ടിലാണിത് ഷൂട്ട് ചെയ്തേക്കുന്നത്. നല്ല കാലാവസ്ഥ, വളരെ മനോഹരമായ ഒരു കാലാവസ്ഥയാണ്. ചൂട്, ഡാലസിനെ സംബന്ധിച്ച് ചൂടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചൂടാണ്. മഴയാണെങ്കിലും എന്താണെങ്കിലും അതൊരു എക്സ്ട്രീം ലെവലിലോട്ട് വരുന്നൊരു സ്ഥലമാണ് ഡാലസ്. ഏറ്റവും കൂടുതൽ മലയാളികൾ നന്നായിട്ട് തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ് ഡാലസ് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്ത് അമേരിക്കയിലാണെന്ന് ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിക്കവാറും ഡാലസ് ആയിരിക്കും പറയുന്ന സ്റ്റേറ്റ്. ഞങ്ങൾ ഡാലസിൽ താമസിക്കുന്നു എന്നായിരിക്കും അവർ കൂടുതലായിട്ട് പറയുന്നത്. ഡാലസ് അങ്ങനെ മലയാളികൾക്കൊരു ഇഷ്ടപ്പെട്ട, കാരണം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയുമായിട്ട് ഏതാണ്ട് യോജിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഈ ഡാലസിലെ കാലാവസ്ഥ. ഡാലസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഡാലസ് ഒരു ഗ്രോയിങ് സിറ്റിയാണ്, ഗ്രോയിങ് സ്റ്റേറ്റാണ്. പ്രത്യേകമായിട്ട് ഭയങ്കര ഇപ്പോഴത്തെ ഒരു ആധുനിക രീതിയിലുള്ള ഒരു അമേരിക്ക കാണണമെങ്കിൽ അത് ശരിക്കും ഡാലസ് ആയിരിക്കുമെന്ന് തോന്നുന്നു. അത്രയും റോഡുകളാണെങ്കിലും ബിൽഡിംഗ് ലെവലിലാണെങ്കിലും കൺസ്ട്രക്ഷനും മറ്റും റോഡ്സും അങ്ങനെ ഏത് ലെവലിൽ നോക്കിയാലും ഒരു ഗ്രോയിങ് സ്റ്റേറ്റായിട്ട് സിറ്റിയായിട്ടും ഡാലസിനെ പരിഗണിക്കാം എന്ന് തോന്നുന്നു. എല്ലാം പുതിയ രീതിയിലുള്ള പുതിയ കൺസ്ട്രക്ഷൻ, പുതിയ ഡെവലപ്മെൻറ്റ്സൊക്കെയാണ് ഡാലസിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാലസ് ഒരു നല്ല സ്ഥലമാണ്. നമുക്ക് ഇന്ത്യൻ ബ്രാൻഡുകൾ, ഞങ്ങളുടെ ഫില്ലിയിലൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡുകൾ നമുക്ക് കുറവാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഡാലസിൽ ഇന്ത്യൻ ബ്രാൻഡുകൾ നമുക്ക് അത്യാവശ്യം കിട്ടും. അങ്ങനെ ഒരു എല്ലാം കൊണ്ടും ഒരു അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉള്ള, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ബാഗ് മേടിച്ചതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇന്ത്യൻ ബ്രാൻഡ്. അതെല്ലാം ഡാലസിൽ അങ്ങനെയുള്ള ഇന്ത്യൻ ബ്രാൻഡ് കടകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡാലസിലുണ്ട്. ഞങ്ങൾക്ക് ഫിലഡൽഫിയയിലൊന്നും അങ്ങനത്തെ, അവിടെ എല്ലാം അമേരിക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയകളാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ കുറച്ച് അത്യാവശ്യമുണ്ട്. അതെല്ലാം ഈ ഇന്ത്യക്കാർ കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ 2 സൈഡിലും കണ്ട അതിവിശാലമായ റോഡിന് ട്രാക്ക്, 3 ട്രാക്ക്, അത്യാവശ്യം 3-4 ട്രാക്കുണ്ട്. അപ്പുറത്തെ സൈഡ് അതുപോലെ ട്രാക്കുകൾ 3-4 ഉണ്ട്. ഹൈവേ ബേസ്ഡ് ആണെങ്കിലും നല്ല ഫാസ്റ്റായിട്ടുള്ള ഒത്തിരി ഫ്ലൈ ഓവറുകൾ. ഇവിടെ ഒരു ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ I-5 എന്ന് പറയുന്നൊരു ഫ്ലൈ ഓവറുണ്ട്. അതിൻ്റെ ഏരിയയിലൂടെ പോയപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 5 ഫ്ലൈ ഓവറാണ്, ഒന്നിനു മേലെ ഒന്നായിട്ട് ഇങ്ങനെ 5 എണ്ണം. അതൊരു നല്ല ഒരു കാഴ്ചയായിരുന്നു. അത് അടുത്ത പ്രാവശ്യം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതിലൂടെ പോയപ്പം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം മഴയായിരുന്നു. ആ ദിവസം ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ അതിലൂടെ പാസ് ചെയ്തതാണ്. പക്ഷേ ഇന്നലെ അത് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അത് ഭയങ്കര മഴയായിപ്പോയി, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം നമ്മൾ ആ ഫ്ലൈ ഓവറിൻ്റെ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ എടുക്കുന്നതായിരിക്കും. I-5 ഫ്ലൈ ഓവർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി കാഴ്ചകളുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം ഒരു സമയമെടുത്ത് ഡാലസിൽ വന്ന് ഇവിടുത്തെ കാഴ്ചകളും ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡാലസിൽ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും.
ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഡാലസിൻ്റെ നല്ലൊരു വീഡിയോ, ഇപ്പോൾ 2 പ്രാവശ്യം വന്നിട്ടും ഡാലസിൻ്റെ നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി നെക്സ്റ്റ് ടൈം വന്നിട്ട് ഡാലസിൻ്റെ നല്ലൊരു വീഡിയോ ചെയ്യാം. എല്ലാ സ്ഥലങ്ങളിലൊന്ന് പോയി ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പം പറ്റാവുന്ന പരുവത്തിൽ അടുത്ത പ്രാവശ്യം വീഡിയോസ് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം വന്നതും ഒരു ഷോർട്ട് ട്രിപ്പായി, ഒരു 2 ദിവസമേ ഉള്ളായിരുന്നു. ഇപ്രാവശ്യം വന്നതും ഒരു ചെറിയ ഷോർട്ട് ട്രിപ്പായി പോയി, 2 ദിവസമേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഒരു 5 ഡേയ്സിന് വന്ന് ഡാലസ് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ തക്കണം, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഭയങ്കര മഴയായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോഴും ഇവിടെ മഴയായിരുന്നു. പക്ഷേ ഇന്നൊരു ദിവസം മാത്രം ഇച്ചിരി കാലാവസ്ഥ നല്ല കാലാവസ്ഥ. ഇന്നലെ ഫുൾ മഴയായിരുന്നു. ഇന്ന് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥ ഒരു ദിവസത്തേക്ക് കിട്ടിയെന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ടൈം നമുക്കത് ചെയ്യാൻ പറ്റും.